സോ ഗൈസ് വെൽക്കം ബാക്ക് അനദർ വീഡിയോ ഫ്ലിസാർഡ് ഗെയിമിംഗ്. നമ്മളിന്ന് പുതിയൊരു കിഡിലൻ ഹൊറർ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗെയിമിൻ്റെ നെയിം എന്ന് വെച്ചാൽ ദി ഹോളിഡേ സ്റ്റോറി. ഗെയിമിൻ്റെ നെയിം പോലെ തന്നെ ഒരു ഹോളിഡേ ആണ്, ക്രിസ്മസ് വെക്കേഷൻ. അപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ നമ്മൾ എന്തെങ്കിലും വീട്ടിലേക്ക് പോകണതാണ്. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കണം. അപ്പോൾ ഈ സംഭവം നടക്കണമെന്ന് വെച്ചാൽ ഈ കഥയല്ല ഗെയിം നടക്കണമെന്ന് വെച്ചാൽ 1982 അപ്പോൾ അത്ര സെറ്റപ്പൊക്കെ ഉണ്ടാവുള്ളൂ. ആരും അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്കൊരു മോനുണ്ട്, അപ്പോൾ അവനക്ക് എന്തെങ്കിലും ഗെയിമിംഗ് ഗാഡ്ജറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ്, എന്തെങ്കിലും ടോയോ അങ്ങനെ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഷോപ്പിലിട്ട് നിർത്തിയേക്കണം. ഇതുവരെയാണ് കൈസ് എനിക്കറിയുള്ളൂ, ഇതുവരെയാണ് ഇത് കാണിച്ചുള്ളൂ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരുമിച്ചറിയാം, അതാണ്. ഓക്കെ കൊള്ളാട്ടാ. ഫുള്ള് മഞ്ഞൊഴിക്കൊക്കെ കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഒരു 30 സെക്കൻഡ് കൊണ്ടൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പുറമൊന്നും ആരുമില്ല. ഉള്ള വീഡിയോ ഗെയിംസ്, ടോയ്സ്, ഇലക്ട്രോണിക്സ്. ഓക്കെ ക്രിസ്മസ് ആയതുകൊണ്ട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം മരവും ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കൊള്ളാം, നൈസ്. ഓക്കെ 24/7 ഇത് ഓപ്പണാണ്. ഓക്കെ നമുക്ക് എന്തെങ്കിലും ഷോപ്പിൻ്റെ അകത്തായിട്ട് കയറട്ടാ. ഇതൊരു ഹൊറർ ഗെയിമാട്ടാ, അപ്പോൾ അതെല്ലാവരും മറക്കാതിരിക്കുക. ഗൈസ് ഓക്കെ ന്യൂ സ്റ്റാഫ് ടോയ്ലറ്റ് എന്തൊക്കെയാണ് സംഭവം. ഗൈസ് ഇതിൻ്റെ അകത്തൊക്കെ സെറ്റപ്പ് ഉണ്ട്. അതൊക്കെ ഫുള്ള് ലൈറ്റാണോ, എല്ലാ സ്ഥലത്തും ലൈറ്റ് സെറ്റ് ചെയ്തേക്കാണ്. ഓക്കെ മേരി ക്രിസ്മസ് എന്നൊക്കെ ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ടാ. ഓക്കെ ക്രിസ്മസ് ആണല്ലോ ഗൈസ്. ഓക്കെ സെറ്റ്. സ്റ്റാഫ് ഇവിടെ പറഞ്ഞാലും ഇവിടെ ആരും ഇല്ലേ? ഹലോ ആരുമില്ല. ആരുമില്ല നോണ്ടാ. ഓക്കെ നമുക്കിതിനെ അടിച്ചു മാറ്റാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഇത് പറ്റൂല. അതോട് ഗൈസ് നമുക്ക് എന്തെങ്കിലും ഫുള്ള് ഇവൻ പറഞ്ഞു എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയേക്കണേ കമ്പ്യൂട്ടർ എന്നിട്ട് ഇവൻ പറയണേ. ഇതാ ഗൈസ് 1982 അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. അപ്പത്തേക്ക് ഇതാണ് ലേറ്റസ്റ്റ് TV മോഡൽ കമ്പ്യൂട്ടർ. ഏത് അപ്പത്താന്ന് വെച്ചാൽ വിഷയം സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഇങ്ങനെ കിട്ടൂല, നല്ല പൈസ വേണം. ഓരോ ഇതൊക്കെ ഇട്ടാ ഗൈസ്. ഗെയിമിങ് CDs ഒക്കെയാണ് തോന്നുന്നത്. ഓക്കെ കൺസോളൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. ഇതാണ് ഇതെന്തത് TV അതോ ഇതൊക്കെയാണ് കൺസോള്? കൊള്ളാട്ടാ, കുറേ സംഭവമൊക്കെ ട്രിപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പിടിയില്ല. നമുക്ക് ഇവിടെ തന്നെയാണോ വണ്ടി കൊണ്ട് നിർത്തേണ്ടത്? അതെ വണ്ടി ഓട്ടോമാറ്റിക്കിലൂടെ കൊണ്ട് നിർത്തിയതാണ്, നമ്മളായിട്ട് ഓടിച്ച് നിർത്തിയതല്ല. അപ്പോൾ ഇവിടെ തന്നെ ആവാനാണ് ചാൻസ്. നമുക്കിത് ഫുള്ള് നോക്കാട്ടോ. ഗൈസ് ഇവിടെ കുറച്ച് ട്രെയിനും അതിൻ്റെ സംഭവമൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ ഫ്രണ്ടിലാണ് ടോയ്സിൻ്റെ സെക്ഷൻ. ഇതെന്ത് തവള? അപ്പോൾ ഗൈസ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യാനാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോയി ഓടിച്ചെന്ന് ലൈക്ക് ചെയ്തിട്ട് വരും ഗൈസ്. എൻ്റെ പൊന്നോ, ഏതടി മുട്ട ആളെ പേടിപ്പിക്കണ. പേടിച്ചു വന്നു പിന്നെ പേടിക്കാണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ വന്ന് തിരിഞ്ഞും ഈ മുട്ടയൊക്കെ കളിക്കണം ഇവൻ. പിന്നെ ആര്യവൻ ഇവിടുത്തെ മാനേജർ അങ്ങനെ വല്ലതാണോ? എന്തായാലും പേടിപ്പിക്കാൻ മൊട്ടത്തലായിട്ട് നമ്മൾ വിടുന്നു കിട്ടാം. അവനെന്താ പറയണത് ഞാൻ നോക്കട്ടെ. ഈ മുട്ട എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കട ഇപ്പോൾ തുറന്നിട്ടുള്ളൂ. 24/7 എന്നൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. ഇപ്പോൾ കട തുറന്നിട്ടുള്ളൂ. അപ്പോൾ സ്റ്റാഫുകളാരും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പോയിട്ട് അത് പിക്ക് ചെയ്ത് ഷെൽഫിൽ വെക്കാനാണ് മുട്ട പറയണത്. നമുക്ക് ഞാൻ മുട്ട തന്നെ വിളിക്കുക, അല്ലാണ്ട് വെറുതെ നമ്മൾ പണിയെടുപ്പിക്കാൻ. അതന്നെ ഇവിടെ ഇരിപ്പണമെന്ന് പറഞ്ഞത് രജിസ്റ്റർ അവിടെ. ഓക്കെ ഇതാണ് സംഭവം. ഓക്കെ പെട്ടി തുറക്കണം നമ്മൾ. നമ്മൾ പെട്ടി തുറന്നിട്ട് വേണം അവിടെ എടുക്കാൻ. നേരെ വെച്ചാൽ പെട്ടിയെപ്പാട് എടുത്ത് വെക്കാനാണ്. അത് എളുപ്പമാണ്. ഇനി പെട്ടി ഗൈസ് പ്ലേസ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഇതിൻ്റെ ലേറ്റ് എത്തിച്ചാണ് ഏട്ടാ. ഞാനെന്തെങ്കിലും മുട്ടയുടെ എല്ലാ സാധനവും കൊണ്ടുവന്ന് വെക്കട്ടെ ഏട്ടാ. ഓക്കെ ഓൾഡ് സെറ്റ്. ഓക്കെ ഇവനക്ക് എന്താണ് റെസ്റ്റ് റൂമിൽ പോകണമെന്നാ. ഇതിൻ്റെ ഇവിടെ റെസ്റ്റ് റൂം ടോയ്ലറ്റാണ് ഇവർ ഉദ്ദേശിച്ച. എനിക്കൊന്ന് ടോയ്ലറ്റാണെന്ന് വേണ്ട. നമുക്ക് എന്തെങ്കിലും ടോയ്ലറ്റിനകത്തിട്ട് എറിയോ കേട്ടോ. ഗൈസ് അകത്തെ ഇതെന്തത് പൊട്ടിപ്പോൾ. ഇതെന്ത് ടോയ്ലറ്റാണിത്? ഒരു സ്ഥാപനത്തിലുള്ള ടോയ്ലറ്റാണിത്. നടക്കൂ ഗൈസ്, നമ്മുടെ ഇവിടെ നടക്കൂല. പിന്നെ 1982 അപ്പം അതൊന്നും നിങ്ങളൊന്ന് ആലോചിക്കണം. ഗൈസ് നമുക്ക് ഇങ്ങനെ ചോദിക്കാം. ഓക്കെ ഇത് അഗടി കിടക്ക് നോക്കിയാട്ടാ. ഒരു വിഷയമില്ല. കഴിഞ്ഞ എത്ര പെട്ടെന്ന്. ഓക്കെ കഴിഞ്ഞത് ഓട്. ഓക്കെ വാഷ് തരാ. ഓക്കെ വെള്ളം ഉണ്ടാവും അതിനകത്ത്. വെള്ളമൊക്കെ ഉണ്ടട്ടാ, നോ വിഷയം. വെള്ളമൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇതിങ്ങനെ പൈപ്പ് അടയ്ക്കണം എങ്ങനെയാണ്? ഓക്കെ ഓട്ടോമാറ്റിക് എല്ലാം ഓട്ടോമാറ്റിക് ആട്ടാ ഗൈസ്. ഇതിൻ്റെ അകത്തിട്ട് നമുക്ക് കയറാൻ പറ്റുമോ? ഇതിൻ്റെ അകത്തൊന്നും വെട്ടൂല കേട്ടോ, വെട്ടൂല. അതുകൊണ്ട് നമുക്കിത് നേരെ പുറത്തിട്ട് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്.
അയ്യോ എൻ്റെ പൊന്നി മുട്ട, എന്താണ് ഇവന്? നിനക്ക് എന്താണ് പ്രശ്നം? എന്താണ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മാതിരി കാട്ടാൻ കാണിച്ചാൽ ഇപ്രാവശ്യം പേടിച്ചോന്ന്? എടി ഇവന് ഏതടി ഈ മുട്ടയൊക്കെ നോക്കട്ടെ, ഇവിടെ എന്താ പറയണത് നോക്കട്ടെ. ഈ മുട്ട പറയാന്ന് വെച്ചാൽ വീഡിയോ ഗെയിംസിനൊക്കെ നല്ല കൺസോളൊക്കെ ഉണ്ടെന്നാണ് ഇവൻ ഈ കടയിൽ പറയണത്. എൻ്റെ കടയിൽ കുറേ കൺസോള് സംഭവമൊക്കെ ഉണ്ടെന്നാണ് ഇവൻ പറയണത്. പിന്നെ എന്താണ് എന്താണ്ട് സ്റ്റോർ റൂമിൽ പോയിട്ട് എന്താണ്ട് എടുത്തുകൊണ്ട് വരാമെന്ന്, എന്താണ് കീയുടെ എന്താണ്ടൊക്കെ പറയാണ്ട് മുട്ട, എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞെടുത്തത് മുട്ട വന്നെ, ആദ്യം മുട്ട വന്നതിനും ഓക്കെ ലൈക്ക്. അപ്പം ലൈക്ക് ചെയ്തിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, അപ്പോൾ സബ് ചെയ്തിരുന്ന സബ് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ വേറെ വേറെ പുതിയ എന്താണ് ശബ്ദം കേൾക്കണ്? എടാ എന്താണ് നടക്കാൻ പോകുന്നുണ്ട് ഇവിടെ? എന്താണ് ശബ്ദം കേൾക്കുന്നുണ്ട്? ഓ ഈ ഏരിയയിൽ നന്നായിട്ട് ശബ്ദം കൂടി തന്നെ കേട്ടാ. ഓ ഇവിടെ നിന്നാടാ എടീ ടോയല്ല ഈ ശബ്ദം ഉണ്ടാക്കണേ. ആസ്മൊക്കെ പോലെ അല്ല അങ്ങനെയല്ലേ നിനക്ക് തോന്നണേ? മേ ബി ബ്രോക്കൺ. ഇവനെന്ത് പൊട്ടനാണ് അവൻ, ഇത്ര ശബ്ദം ഉണ്ടാക്കുന്നത്? ഇവന് ഏതൊരു ഈ മരവാഴയൊക്കെ ടോയ് പൊട്ടിയതാണെന്ന്. അപ്പം ഈ ശബ്ദം ഉണ്ടാക്കണവൻ കേൾക്കള്ളേ? ഞാൻ മാത്രമേ കേൾക്കുള്ളൂ, ഇവൻ കേൾക്കള്ള. ഇവനെന്താ ചെയ്യും? പൊട്ടനാണ് അവൻ, എനിക്കറിയില്ല. ഓ ഇവൻ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾക്ക് പുറത്തേക്ക് ആ സെയിൽസ്മാൻ നേരം ഞങ്ങൾക്ക് പുറത്ത് വെയിറ്റ് ചെയ്യാൻ തന്നെ പറഞ്ഞാൽ നല്ല തീരുമാനം, എനിക്ക് ഇഷ്ടപ്പെട്ട്. അതിനോട് ഞാൻ യോജിക്കുന്നു, വേറെ ഒന്നിനോട് ഞാൻ യോജിച്ചില്ല, അതിനോട് ഞാൻ യോജിക്കുന്നു. പുറത്തിറങ്ങിക്കുക, അതാണ് ഏറ്റവും നല്ലത്. എന്തിനും നടന്നോട്ടെ അവിടെ. ഓ ഗൈസ്, ചെറിയൊരു കട്ട് സീനാണോണ്. ഓക്കെ കട്ട് സീനാണോ? അതെ കട്ട് സീനാണോ വേണ്ട. ഇതേ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരു വണ്ടി പോകണ്ട. സിഗരറ്റ് ഒന്നും ഇല്ല മോനെ, സിഗരറ്റ് പറ്റൂല ഇവിടെ, സിഗരറ്റ് കളിക്കാൻ പറ്റത്തില്ല. ട്രാഷായിട്ട് ഇടാം, പറ്റത്തില്ല ബ്രോ. നോ, ഒന്നും തോന്നരുത് പ്ലീസ്, പറ്റില്ല. അതൊന്നും ഇവിടെ നടക്കില്ല. അതും എൻ്റെ അടുത്ത് ഈ വക ഇടപാടൊന്നും ഒന്നും നടക്കില്ല എന്നറിയാലോ നിനക്ക്. ഓക്കെ ഇതും കളയാം, ഈ പാക്കറ്റേ പടി പോവും. അതെങ്ങനെയാണ് കൈസ്? അപ്പോൾ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാലും കമൻറ്റ് ബിലോ. പിന്നെ ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. ഞാൻ പിന്നെ ഇത് വീണ്ടും കൂടെ പറയണ്ടല്ലേ, നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ സോറി ക്ഷമിക്കണം. ഓക്കെ ഗൈസ്, ഇതാണ് ഗൈസ് നമ്മൾ വന്ന കാർ. ഇവൻ എങ്ങടേക്കാണ് സ്ക്രീൻ കൊണ്ടുപോകണേ? ആകാശം നോക്കിക്കണ. എൻ്റെ അല്ലട്ടാ കൺട്രോൾ ചെയ്ത് ചെറിയൊരു കട്ട് സീനാട്ടാ, അതാണ് സംഭവം. ഓക്കെ കൺട്രോൾ എൻ്റെ ആയി കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇതാരടി മുട്ടയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടൊക്കെ പേടിപ്പിക്കണ്ടേ? എനിക്കൊന്നും ഈ മുട്ട തൊപ്പിയിട്ട് വന്നാണ് ഈ പുള്ളി പറഞ്ഞാൽ സിഗരറ്റ് വിളിക്കുന്ന നല്ലതല്ല എന്നൊക്കെയാണ് പുള്ളി പറയണത്. അപ്പോൾ പുള്ളിക്ക് ആ സിഗരറ്റ് വേണമെന്ന് പോലും. ഓക്കെ ഞാൻ പറഞ്ഞു എടുത്തോളം പറഞ്ഞു, നമുക്ക് വേണ്ട പുള്ളിക്കാണോന്ന് പറഞ്ഞു പുള്ളി എടുത്തോളം പറഞ്ഞു. പിന്നെ പുള്ളി വില ചിലവിലാന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാനും ചിലവിലാന്ന് പറഞ്ഞു. ഓക്കെ നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്തായിട്ട് കയറും. ഇപ്പം നമ്മൾക്ക് ഇനി എന്താണ് ഈ ഗെയിം? എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ മനസ്സിലായില്ല കേട്ടോ, ഇതെന്താണ് സംഭവം ഗൈസ്? അറിയില്ല. നമുക്ക് മറ്റങ്ങടേക്ക് പോയി നോക്കാമല്ലോ, നമ്മുടെ ആ മുട്ട പോയ ഏരിയ, അതിൻ്റെ അങ്ങടേക്ക് പോയി നോക്കിയല്ല. അവൻ എന്താണ് പരിപാടി? കുറേ നേരം അവൻ അകത്തേട്ട് വിട്ട്. നമുക്ക് എന്തെങ്കിലും അങ്ങടേക്ക് പോയി നോക്കിയാലോ. എന്താണ് ശബ്ദം? എവിടെ നിന്നാണ് ശബ്ദം? എടാ ഏട്ടാ, അവിടെ നിന്നാട്ടോ. അവിടെ ആ സംഭവം ഇപ്പം എണീച്ച് നേരത്തെ അവിടെ കിടക്കണായിരുന്നു. ഗൈസ്, പിന്നെ ഈ ഗെയിമിനകത്ത് ഇപ്പോൾ ഓടാൻ പറ്റൂല, നമുക്ക് നടക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആ ഒരു വിഷയമുണ്ട്. അവൻ്റെ ചിലപ്പോൾ നിന്നവൻ്റെ എന്തത് പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. നമുക്കാണ് ഇതൊന്നും ഇതാക്കാൻ പറ്റൂല, ഇൻട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ എടുത്തിട്ട് ഞാൻ അലിക്കാനാ. നമുക്ക് പിന്നെ വെപ്പണോ അങ്ങനെ ഒരു സംഭവമില്ല. വെപ്പണല്ല, നമുക്ക് ഒന്നും എടുക്കാൻ പറ്റൂല ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അതിനകത്ത് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാനുള്ള സംഭവം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡയലോഗ് പറയും, അതാണ് സംഭവം. ഓക്കെ ഇതിനു മുന്നേ ഇവനെ എന്താ പറഞ്ഞേ? ഞാൻ ശ്രദ്ധിച്ചില്ല ഏട്ടാ. ഇവിടെ നല്ല ശബ്ദം, അവിടെ നല്ല ശബ്ദം കിട്ടി. ഓടാ ഗെയിം കുറച്ച് സീനാവുണ്ടെന്ന് തോണ്ട. അവിടെ നിന്ന് ഇപ്പം എന്താണ് ശബ്ദം കിട്ടിയിട്ടുണ്ട്? നമ്മുടെ മുട്ട പോയ ഏരിയയാണ്. മുട്ട കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രേതമായിട്ട് വരുമോ? പ്രേതമല്ല, എന്ത് അറാമ്പറപ്പാണോ ഇവൻ എൻ്റെ ഉള്ളിൽ കിടന്ന് കാണിക്കണം, അതാണ് എനിക്കറിയാം. നമുക്ക് എന്തെങ്കിലും ആദ്യം ഒളിഞ്ഞു നോക്കട്ടെ. ഓക്കെ സേഫാണ്, നമുക്ക് ഇനി ഡോർ തുറക്കാം. ഇതെന്താണ് സംഭവം? ഒരു നിഗൂഢമായ ഏരിയ. ഇവിടെ നമുക്ക് ആ ആംബിയൻസ് തന്നെ മാറിയിട്ടാ, കുറച്ചുകൂടി ഡാർക്ക്. ഇതെന്തത്? അയ്യോ എടാ കറണ്ട് പോയി ഇവിടെ ഒന്ന്. ലൈറ്റ് പോയതാട്ടാ. ഈ ഡോറ് ക്ലോസ് ആയി. എടാ നേരത്തെ ഡോർ ഓപ്പൺ ആയിരുന്നു. നമുക്ക് എന്തെങ്കിലും നോക്കട്ടെ, ഡോർ ഓപ്പൺ ആക്കാൻ പറ്റും. ലെറ്റ്സ് ഗോ. ദൂരത്ത് പോണു മുട്ട അവിടെ നിന്നാണ് പരിപാടി.
നിൽക്കട്ടെ ഇവിടെ ഒന്നും ഇല്ല ഒന്നും എടുക്കാനില്ല. ഓക്കെ നമുക്ക് എന്തെങ്കിലും മുട്ടയുടെ പുറകെ പോട്ടാ. ഹലോ ഇതെന്തൊരു സംഭവം? ചെറിയൊരു കട്ട് സീനാട്ടാ. ഇതെന്താ സംഭവം? എന്താണിത്? എനിക്കൊന്നും ഇത് ഗെയിമിങ്ങിൻ്റെ ഏരിയ നോക്കണ്ട. ഓക്കെ ഇതിവിടെ എന്തൊക്കെ കുപ്പിയൊക്കെ ഇരിപ്പുണ്ട്. കുപ്പി പിസ്സ. ഓക്കെ കട്ട് സീൻ കഴിഞ്ഞ്. ഓക്കെ കൺട്രോൾ വന്നിട്ടില്ല. ഓക്കെ ലെറ്റ്സ് ഗോ. ഇതെന്താണ് സംഭവം? ഇത് വേറൊരു ഏരിയ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഗെയിമിങ് സെറ്റപ്പാണ്. ഗെയിമൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. ഇതെനിക്കിത് മുട്ടയുടെ ഫാമിലി കാണാം. കേട്ടോ മുട്ടയുടെ മോളും പട്ടിയും എല്ലാം ഉണ്ട് ഇവിടെ. ഓക്കെ ഇതൊക്കെ നമുക്ക് കളിക്കാൻ പറ്റില്ല. ഇതൊന്നും കളിക്കാൻ പറ്റില്ല കേട്ടോ. ഇതെങ്കിലും വർക്കാവോ? റാലി റേസിങ് ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഇതിവിടെ ടേബിളിൽ എന്താണ്ടൊക്കെ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എന്താണ്ടൊക്കെ സംഭവം ഇരിപ്പുണ്ട്. ഇതെന്തൊരു ശബ്ദം? ഇതെന്തൊരു സംഭവം? അവിടെ ഡോർ ലോക്ക് ചെയ്ത നമ്മുടെ ഡോർ ലോക്ക് ചെയ്തടാ. അവിടെ ലോക്ക് ചെയ്തടാ ഡോർ പെട്ടടാ. എന്തൊരു വണ്ടിയാ ഇതേടെ ഇവിടെ ആരാണ്ടൊക്കെ ഇരിപ്പുണ്ട്. എന്നിട്ട് പാവയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഗൈസ് നമ്മൾ ഈ ആരോമാർക്ക് ഫോളോ ചെയ്ത് പോകണം കേട്ടാ. നമ്മൾ ആരോമാർക്ക് ഫോളോ ചെയ്യുന്ന ഇവിടെ ഇട്ടാ. ഇതെന്താ സംഭവം? ഇതെന്താണ് ക്ലൂ ആട്ടാ? അറിയില്ല. നമുക്ക് എന്തെങ്കിലും ഇപ്പം അവിടെ വെക്കാം. 3 ഓടാ ഈ പാവല്ലടാ ഇതിനകത്ത് കണ്ട പാവ അല്ലേ? നോക്കട്ടെ. അത് തന്നെ എടാ 3 പാവയിൽ ഒരു പാവ എനിക്ക് കിട്ടി. ഇനി അത് നമ്മളെന്തെങ്കിലും ഇവിടെ അവിടെ ഒരു സോഫ ഉണ്ടായിരുന്നില്ലേ? ഗൈസ് ഇവന്മാർ ആ സോഫയിലാണ് ഇരുന്നത്. ഗൈസ് ഇതന്നെ ഈ സോഫ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ പൊന്നെ ബ്രില്യൻ മൂവല്ലേ. ഞാനൊരു സംഭവം തന്നെ അല്ലേ? അറിയാലോ ഗൈസ്. ഇത് രണ്ടെണ്ണോട് കണ്ടുപിടിക്കണം. ഇതേ ഇരിക്കണ് ഇത് കുരിപ്പുകളൊക്കെ. ഇത് എന്തിനാ ഈ പാവ എനിക്ക് സോഫയമ്മ കൊണ്ടു നോക്കണത് അറിയില്ല. നമുക്ക് ഞാൻ ഒരെണ്ണോടെ ഉണ്ട്. അതിനോട് കണ്ടുപിടിച്ചോടെ വെച്ചോക്കട്ടാ. അപ്പം എന്താ സംഭവിക്കണേന്ന് നോക്കാം നമുക്ക്. എവിടെ ഇനി ഇവനെ ഇവിടെ നിന്ന് കണ്ടിട്ട് ഗൈസ് ഇതിന് നമ്മൾ ആദ്യം കണ്ടായിരുന്നടാ. പക്ഷെ നമുക്കറിയില്ലായിരുന്നില്ല. ഇപ്പം എനിക്കറിയില്ല. സാധനം പിക്കാൻ പറ്റുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ നമുക്ക് എന്തെങ്കിലും സംഭവം നേരെ ഒന്ന് സോഫ. ഇതെന്താ സംഭവം? എന്താണ്ട് ശബ്ദം കേൾക്കണ്ട കേട്ടാ. ഞാനധികം ചിലക്കള്ളട്ടാ. കാരണം ഞാൻ ഇങ്ങനെ ചിലച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിമിൻ്റെ ഫീല് മനസ്സിലാവില്ല കേട്ടാ. ലെറ്റ്സ് ഗോ. നമുക്ക് ഈ ഡോർ തുറക്കാൻ പറ്റി. ലോക്ക് മാറി. ലെറ്റ്സ് ഗോ നമുക്ക് പോവാം. എടേ ടോർച്ചൊക്കെ നിലത്തിട്ട് എൻ്റെ എന്താണ്ടൊക്കെ നമ്മൾ തല്ലി പൊളിക്കണ്ട കേട്ടാ. ഞാൻ പിന്നെ ഈ ഹൊറർ ഗെയിംസ് കളിക്കുമ്പോൾ എൻ്റെ ചിലപ്പോൾ കുറേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ബിലോ. പിന്നെ അഥവാ ചിലപ്പോൾ കുറച്ച് ഇതേപോലെ ഗെയിംസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ. അടുത്ത് എന്താണ് സംഭവം? അവനെ കാണാനില്ല കേട്ടോ. അവനെ കാണാനില്ല. സീനായി മോനത്. അവിടെ ഒരു പാവ ഉണ്ടാകുന്നുണ്ട്. ഒരു പച്ച കളർ പാവ ഉണ്ടായിരുന്നടാ. ഒരുമാതിരി ഇളിച്ചിടുന്ന പാവ. ഇവൻ തന്നെ പറയുന്നുണ്ട് നമുക്ക് അനദർ സ്റ്റോറി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴ്സ് കണ്ട അവിടെ ഇല്ല സംഭവം. ഇവൻ തന്നെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും നേരെ അടുത്ത ഷോപ്പിലോട്ട് പോവാം. ഇത് എന്ത് ഷോപ്പാണിത്? ഇനി വണ്ടി എടുക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവില്ലായിരിക്കുമോ? എനിക്ക് തോന്നുന്നു മിക്കവാറും വണ്ടി സ്റ്റാർട്ട് ആവാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ എന്തെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇവിടുന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഇവൻ പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി എടുത്ത് പോകാമെന്നാണ്. നമുക്ക് എന്തെങ്കിലും അത് ട്രൈ ചെയ്യാം. വണ്ടി എടുത്ത് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഗെയിം ചിലപ്പോൾ ഇവിടെ എൻ്റെ ആവുമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ പേടിപ്പിച്ച് കൊല്ലും. ഇതിലേതിലും ഒന്ന് നമ്മൾ നടക്കും. കണ്ടോ? സ്റ്റാർട്ടാവള. ഞാൻ പറഞ്ഞതല്ല ഗൈസ്. എനിക്ക് തോന്നിയ കാര്യം തന്നെയാണ്. കാരണം സ്റ്റാർട്ടാവൂല. വണ്ടി സ്റ്റാർട്ടാവില്ല. നമുക്കറിയാം ഈ കഥയൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. ഓക്കെ ഹെൽപ്പ് ചോദിക്കാനാണ് ഇവിടെ ആരുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാനാണ്? മറ്റവനടുത്ത് മുട്ടയുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാനാണ് ഇവൻ പറഞ്ഞേ. നമുക്ക് ഓക്കെ നമുക്ക് എന്തെങ്കിലും ഈ ബാക്ക് വശത്ത് പോയി നോക്കാട്ടാ. അവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടോ നമുക്ക് പോയി നോക്കട്ടെ. അവിടെ എല്ലാം ഉണ്ടാവോ മുട്ട? ഗൈസ് നമ്മൾ പുറകിലൊരു ഡോർ തുറന്നപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലോട്ട് വന്നത്. ഗൈസ് ഇതിൻ്റെ അകത്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മളിനി ഇതിനകത്ത് സെർച്ച് ചെയ്യണമായിരിക്കും. അവനെ എനിക്കൊന്നും ഈ ആ സ്റ്റോറിൽ വെയർ ഹൗസ് ഇതിനും മാത്രം വലിയ വെയർ ഹൗസാണ്. ആപ്പടി ഒരു റൂം സ്ഥലമുണ്ട്. ആപ്പടി ചെറിയൊരു ഷോപ്പ്. പക്ഷെ വെയർ ഹൗസ് നോക്കിയേ ഷോപ്പിനേക്കാളും 4 ഇരട്ടിയുണ്ട്. ഷോപ്പിൻ്റെ ഉള്ളിൽ വേറെ വെയർ ഹൗസ്. പിന്നെ ഇതിൻ്റെ വേറൊരു ഗോഡം പോലെ വെയർ ഹൗസ്. ഇത് എന്താണ് സംഭവം? എനിക്കൊന്നും ഇത് വേറെ എന്താണ് സംഭവം നോക്കണ്ട. ഇതെന്താണത്? ഫ്രണ്ടിൽ എന്താണ് മിന്നണ്ടാ വെട്ടം മിന്നണ്.
എന്താണ്ട് വെട്ടം ഫ്രണ്ട് കിടന്ന് മിന്നുണ്ട് കേട്ടോ. എന്താണ്ട് ലൈറ്റ് ആണോ? അത് ലൈറ്റ് എന്തിലാണോ? അത് ലൈറ്റ് ആണോ? അത് ടോർച്ചോ? എടാ കരണ്ട് പോയിടാ. എന്താണ്ടൊക്കെ ശബ്ദം ഞാൻ കേൾക്കണ്ടാ. എടാ കരണ്ട് പോയിടാ അതിൻ്റെ ഇടയിൽ. എടാ അവിടെ മിന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടേക്ക് പോകാനാണ്. അതാണ് ഇവർ കരണ്ട് ഇവിടെ ഓഫ് ചെയ്തത്. ഓക്കെ ഓ ഗൈസ്, ഇതെന്താ അടിയിൽ ബ്ലഡ് വല്ലുവാണോ? എടാ ഇവിടെ ഇത് ബ്ലഡ് അടത്. എടാ ഫുള്ള് ബ്ലഡ് ഇവിടെ. എടാ എടാ എൻ്റെ പൊന്നോ. ഓടാ കൺട്രോൾ എനിക്കടാ. കൺട്രോൾ തന്നു. ആ കൺട്രോൾ കണ്ടിട്ട് ടോർച്ച് എടുക്കടാ. മുട്ടേനെ അവൻ തൂക്കി. ഓക്കെ ലെറ്റ്സ് ഗോ. എടാ ഇനി സീനായി നോട്ടാ. ഓക്കെ എടാ സീനായെന്ന് തോന്നണുണ്ട്. എടാ എനിക്ക് എവിടെ നിന്നാണ്ട് ഇങ്ങനെ അവിടെ ദേ നിൽക്കണ്ട. എടാ കുരുക്ക് ചെറുക്ക ഓടിയവൻ. ഓടണൻ പേടിത്തോണ്ടാണ് ഓടണവൻ. ഓടിക്കല് ഞാൻ ഓടിച്ചിട്ടടിക്കൂല. എവിടെയാണ് പോണവൻ? അവൻ ബാക്കിൽ നിന്ന് വന്ന് അവൻ അറ്റാക്ക് ചെയ്യോ അതോ ഈ ജംസ്കെയറിൽ വെറുതെ വന്ന് നമ്മൾ പേടിപ്പിച്ചു. ഇവിടെ ദേ പോണ്ടോ. ഇവിടെ ഇവൻ പേടിപ്പിയുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ജസ്റ്റ് പേടിച്ചോണ്ടോ മാങ്ങത്തൊലി പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്ക് ഇവൻ വന്നിട്ടിരിക്കണം. പറയുള്ളത് എൻ്റെ പൊന്നോ. നമുക്ക് എന്തെങ്കിലും നേരെ പുറത്തിട്ടോടാ. ഇവിടെ നിന്ന് സേഫല്ല, ഒട്ടും സേഫല്ല ഇവിടെ നിൽക്കണം. നമുക്ക് നൈസിൽ നേരെ പുറത്തിട്ട് പോട്ടാ. എടാ അത് നമ്മൾ ഈ വഴി തന്നെയാണ് വന്നേന്നാണ് എൻ്റെ ഒരു നിഗമനം. ആടാ ഓക്കെ ലെറ്റ്സ് ഗോ. എടാ ഇതെന്താ സംഭവം? എടാ ചെയിനിട്ട് പൂട്ടിയേക്കണവൻ. എടാ എൻ്റെ ഇടയിൽ ഇവിടെ എങ്ങനെ ഒന്ന് ചെയിനിട്ട് പൂട്ടിയിടാ? എനിക്ക് മനസ്സിലാവുള്ളത് ഇടയിലൊന്ന് ചെയിനിട്ട്. ഓ ഗൈസ് ഈ മുട്ടയുടെ കയ്യിലുണ്ട്. ഓക്കെ അപ്പോൾ നമ്മളിനി മുട്ടയുടെ ബോഡിയുടെ അടുത്ത് പോകണമായിരിക്കും. അതാ സംഭവം. എടാ ഈ ബ്ലഡ് ഫോളോ ചെയ്ത് പോകണം. നമ്മൾ എൻ്റെ അടിയിലുണ്ട് ഫുള്ള് ബ്ലഡ്. അപ്പോൾ ഈ ബ്ലഡ് ഫോളോ ചെയ്തിട്ട് നമ്മൾ പോകേണ്ടതെന്ന് തോന്നുന്നു. ഓട്ടാ ദേടാ. പക്ഷെ എൻ്റെ പൊന്നു ദേ അവനവനെ തിന്നാണ്. ദേ കീ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഞാൻ കീ പോയി എടുക്കണം. അതാ സംഭവം. ലെറ്റ്സ് ഗോ. ദേടാ സീൻ പിടിച്ചു. എന്താണത്? ഇതിവൻ എന്തൊരു ഇനി ഇടയ്ക്ക് വന്നിട്ട് ചെറിയ മാസം സാധനം കൊണ്ടിട്ട് ഇത് കണ്ട സ്റ്റക്കായിട്ട് കണ്ട. സംഭവം മനസ്സിലായി. നമ്മളിപ്പോൾ ഇത് കണ്ട നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇട്ടിരും. നമ്മൾ നോക്കി കഴിഞ്ഞാൽ സ്റ്റക്കാവും. കണ്ടോട്ടോ. കണ്ട എടാ ഇവൻ്റെ ഒച്ചയും ഇവൻ്റെ മാസം സാധനമൊക്കെ ആണെങ്കിൽ ഇവൻ ആ വയസ്സ് ഇവനെല്ലാം ഓടിച്ചാലും വിടുന്നു. ഇത് നോക്കിയത് പ്രതിമേ. ഇതാണ് എടാ ഇത് ചീള് കേസൊക്കെ. പക്ഷെ നമ്മൾ കുനിയുമ്പോൾ നമ്മൾ പിടിക്കുമോ നമുക്കറിയില്ല. അങ്ങനെ ചെറിയൊരു പേടിയുണ്ട്. നിക്കട കണ്ട ഇവിടെ നോക്കി വഴി പോട്ടെ. നമ്മളടുത്തേട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പൂശോ എന്നുള്ള കാര്യം അതും എനിക്കറിയില്ല. നമുക്കെന്തെങ്കിലും നൈസിൽ ഇവിടുന്ന് പോവാം. ഇതിപ്പോൾ വലിയതായിട്ട് പേടിക്കാനൊന്നുമില്ല. നമുക്കിവിടെ നേരെ ഓടാം. തിരിഞ്ഞോടാം. അതാണ് ബെറ്റർ. വരൂല എന്ന് പ്രതീക്ഷിച്ചിട്ട് നമുക്ക് തിരിഞ്ഞോടാം. അതാണ് നല്ലത്. കാരണം നമ്മളത്ര ഫാസ്റ്റ് അവനെ കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. എല്ലാവരും എടാ എവിടെ നടാ തന്നെ ആ വഴിയിലടാ തന്നെ ആണോ? എടാ പിന്നെ ഇവിടുന്ന് തന്നെ ഓടാ. അതെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഹെഡ്സെറ്റിൽ പല സ്ഥലത്തും ശബ്ദം കേൾക്കണേ. ചെറിയ ഒരു ഡൗട്ട്. ദേവിടെ ഇവനെ ഇങ്ങനെ ഫ്രണ്ടിലെത്തി. ഏട്ടാ കള്ള സുരോമണ എന്താണ് മോനെ പെടലു? ഇവനും തന്നെ അരപ്പെടലിയാണത്. കൊടുത്ത് ഇവരടുത്തിട്ട് വരട്ടെ. കുറച്ചുകൂടെ അടുത്തിട്ട് വരുത്താം. ഓക്കെ കുറച്ചുകൂടി. ഓക്കെ ലെറ്റ്സ് ഗോ. കണ്ട നിക്കണുണ്ട് അവൻ്റെ നിപ്പും പാവം കണ്ടേനാ. ഇവൻ ഏത് പെടൽ വിളിക്കുക തല വിളിക്കച്ച കൂടെ പെടൽ വിളിക്കുക അവൻ്റെ അറിയില്ല. എന്താണത്? ഇതെന്ത് ഗെയിമാണിത്? പേടിപ്പിക്കാൻ വേണ്ടി വന്ന എനിക്ക് നേരെ ചിരിയായിട്ട് വരും. നമുക്ക് ഇവിടുന്ന് ഓടി. ഓക്കെ നമ്മളെ സ്ഥലത്ത് എതിരുണ്ട്. ലെറ്റ്സ് ഗോ. കട്ട്സീനാണ് തൂക്കില്ല. എൻ്റെ പൊന്നളെ നമ്മളെങ്ങനാണ്ട് കഷ്ടിക്ക് അവിടെ സ്കേപ്പ് ആയിട്ടുണ്ട്. ഓക്കെ ഇവൻ പറഞ്ഞ് നേരെ പോലീസിനെ വിളിക്കാനാട്ടോ. ഓക്കെ ലെറ്റ്സ് ഗോ. നമുക്ക് നേരെ പോയിട്ട് പോലീസിനെ വിളിക്കാം. അല്ലാണ്ട് വേറെ വഴിയില്ല. പോലീസിനെ വിളിക്കാനായിട്ട് നമുക്ക് ഡോർ ഓപ്പൺ അല്ലേ? നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ കറങ്ങി പോകേണ്ടി വരും. പോലീസ് വിളിക്കാനായിട്ട് നമ്മുടെ ഫോണില്ല. അപ്പോൾ ആ ഷോപ്പിലെല്ലാം ഫോൺ ഉണ്ടാകും. നമ്മൾ നോക്കണം. ഓക്കെ ഫൈനലി നമ്മൾ ഫൈനലി പോലീസിൽ വിളിച്ചിട്ടുണ്ട് ഗൈസ്.
ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ പോലീസ് ഇപ്പോൾ വരും എന്നാണ് നമുക്ക് കിട്ടിയ അറിയിപ്പല്ല എന്തൊക്കെ തേക്കില്ല പറയുക അറിയിപ്പ്. ഓക്കെ ലെറ്റ്സ് ഗോ. നമുക്ക് എന്തെങ്കിലും പോലീസ് വന്നാൽ നമുക്ക് എന്തെങ്കിലും ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവൻ പറഞ്ഞു വെച്ചാൽ നമ്മളെല്ലാ ഡോറും ലോക്ക് ചെയ്യാനായിട്ട് ഇവൻ പറയണേ. ഓക്കെ നമുക്ക് അതേപോലെ എല്ലാ ഡോറും ലോക്ക് ചെയ്യാട്ടാ. ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ നമുക്ക് ഇനി ഏത് ഡോറുള്ളത് നമ്മൾ ബാക്കിൽ നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ ഏരിയയിൽ ഡോറുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ലോക്ക് ചെയ്യാം. പിന്നെ വേറെ ഡോറില്ലല്ലോ. അപ്പോൾ 2 ഡോർ നമ്മളപ്പോൾ 2 ഡോറേ കണ്ടിട്ടുള്ളൂ. പിന്നെ വേറെ ഡോറൊന്നും ഇല്ല അതുകൊണ്ട് ജനൽ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് നേരെ ഈ ഡോറും ക്ലോസ് ചെയ്യാം. ഈ ഡോറ് ക്ലോസ് ചെയ്ത് പിന്നെ അകത്തേക്ക് വേറെ ഗൈസ് ഈ ഡോറൊക്കെ ഉണ്ടാവും. നമുക്ക് എന്തൊക്കെ ഇതെന്തൊരു ശബ്ദം എടാ ഇങ്ങോട്ട് കയറി വരണ്ടായിരുന്നു തോന്നട്ടാ. ഇവിടെ എന്താണ് ശബ്ദമൊക്കെ ഞാൻ കേൾക്കണ്ടട്ടാ. നമുക്ക് നേരെ ഈ ഡോറ് ക്ലോസ് ചെയ്യാം. ഗൈസ് പിന്നെ അല്ല നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ ഒരു റൂമില്ലേ, ആ റൂമിൽ അവിടെ ഒരു ഡോറില്ല, ആ ഡോറും ക്ലോസ് ചെയ്യണ്ടേ. എനിക്ക് പേടിയാണ്ടാ. മിക്കവാറും നമ്മളവിടെ നിന്ന് എന്തിനു വരുമായിരിക്കോടാ എനിക്ക് തോന്നുന്നുണ്ട്. മിക്കവാറും അതെ ഈ ഡോറ്. ഓക്കെ എൻ്റെ പൊന്നോ എടീ ഏത്തടി വേട്ടയൊക്കെ മനുഷ്യൻ്റെ പിടിക്കുന്നുണ്ട്. ജീവൻ വേണമെന്ന് എനിക്ക് ജീവന് കൊതിയുണ്ട്, നീ ഓടിക്കോ, അതാണ് എനിക്ക് നല്ലത് കേട്ടാ. എനിക്കത്ര പറയാനുള്ളൂ. ഗൈസ് നമ്മളെല്ലാ ഡോറും ലോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് എടാ അവിടെ എന്താണ് സംഭവം? ടോയ്ലറ്റ് ഡോർ അടിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാ? ഇല്ല ആ ഡോറൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഇതെന്താ സംഭവം? ഇനി ഇതിൻ്റെ അകത്തേലും ഉണ്ടാവും അവൻ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തേലും കയറിയിരിപ്പണ്ട കുരിപ്പിറക്കാൻ. എനിക്കൊന്ന് ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് തോന്നറാ. ചെറിയ ശബ്ദങ്ങൾ ഞാൻ കേൾക്കണ്ട കേട്ടാ. ബ്ലഡ് എല്ലാം എടുത്ത് നേരത്തെ ബ്ലഡ് ഉണ്ടായിരുന്നില്ലല്ലോ. മാലമ്മനെ പേടിപ്പിച്ചത് എന്തത്? അവന്റെ കയ്യിലെന്താടാ ഫോട്ടോ? ഇതാരത്? ദാറ്റ് മീയാ. ഇത് നമ്മളാണത്. നമ്മുടെ ഫോട്ടോ ആണിത്. എന്താ സംഭവം? എടാ ഇവിടെ വേറൊരു ഫോട്ടോ. ഇത് നമ്മളാന്നട്ട പറഞ്ഞു. ഇത് നമ്മളാണപ്പ ഇത്. ഇതെങ്ങനെ ഫോട്ടോ ഇവിടെ വന്ന്? എടാ തീനാന്ന് കൊണ്ടാ. ഏത് വഴിയാളെ പോവണ്ടേ? കട്സി ഇതെങ്ങടെക്കടി ഗെയിം പോണ്. ഇരിക്കണ്ട കുരിപ്പ് അവരിപ്പണ്ടാ. അടുത്തിട്ട് പോണു ഞാൻ അതിൻ്റെ അടുത്തേട്ട് അത് എണീച്ചടത് പുറത്തിട്ട് പോയി. പക്ഷെ എൻ്റെ പൊന്നോ പോലീസുകാർ നന്നായി നമുക്ക് എങ്ങനെയല്ല എസ്കേപ്പ് ആവാ കേട്ടോ. ഇത് എന്നിട്ട് നമ്മുടെ അങ്ങോട്ട് പോണ വഴി ബ്ലോക്ക് ചെയ്തോ. ഇത് ഫോട്ടോ ഇവിടെ ഫോട്ടോ. ഇത് നമ്മളല്ലേ ഇത്? നമ്മളിത് വന്ന ടൈമിൽ ഫോട്ടോ നമ്മളിങ്ങോട്ട് കയറി വന്നത്. ഇത് നമ്മളെ മറ്റേ ഇവിടെ പോയത് ആ റൂമിൽ പോയിട്ടുള്ളൊരു ഫോട്ടോ. എൻ്റെ പൊന്ന് ദൈവം അടുത്ത ഫോട്ടോ. ഇത് മറ്റേ നമ്മുടെ സ്റ്റോർ റൂമിന് ഏരിയയിലെ ഫോട്ടോ. എൻ്റെ പൊന്നു എല്ലാം ഇവനെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നളിയാ പേടിയാവുണ്ട് ചെറുതായിട്ട്. എൻ്റെ പൊന്നോ ഇവന് ഇങ്ങോട്ട് കയറി പോയിട്ടുണ്ടാ. നമുക്ക് പോയി നോക്കാട്ടോ. അതേ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. എൻ്റെ പൊന്നോ നീ നിൽക്കട, നീ എവിടെ പോണ? നീ നോക്കട്ടെ നിന്നെ എന്ന്. അവൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഡാർക്കായി. ലോക്ക് ചെയ്തിട്ട് നമ്മളിവിടെ നമ്മൾ ലോക്കായി. നല്ല ശബ്ദം ഞാൻ കേൾക്കണ്ട. ആ ഡോർക്ക് ഫുള്ള് അടിയുണ്ടോ. തുറക്കാൻ പറ്റില്ല. നമ്മൾ ലോക്കായി ഇതിനകത്ത് മാറിയ. പൊന്നടി വധൂരി കൊല്ലൂരടി വേന. എൻ്റെ പൊന്നിടയിലിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടൈമിലാണ് ആ സംഭവം കയറി വന്നേട്ടാ. ഞാൻ പോണു. കണ്ട കുരിപ്പ് ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടാ. ഷൂക്കടിച്ചവന് ഇത് പൂത്തിരെത്തിക്കണത്. ഇതെന്തായാലും ചത്ത ഇവൻ. അനക്കൊന്നുമില്ല. ചത്ത ഇവൻ ചത്തുന്നോണ്. ടോയ്. എൻ്റെ പൊന്നോ ഇത് ജസ്റ്റ് ടോയ് എന്നാണ് ഇവൻ പറയണേ. ശരിയാണ്, ഇവൻ ടോയാണ്. ഇവൻ ഇത്ര നേരം ഇവൻ കാണിച്ചു കൂട്ടിയത് ആറാം പറപ്പൊക്കെ. എൻ്റെ പൊന്നളിയെ വന്ന് രക്ഷകനെത്തി. റിയൽ രക്ഷകൻ എത്തിപ്പോയി ഗൈസ്. എവിടെ നമ്മളിനി പുറത്തോട്ട് പോകണോ? അവന്മാരവിടെ ചെറിയ കട്ട്സീനെ കാണിച്ച് അവിടെ വണ്ടി ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് നിർത്തിയിട്ടുള്ളൂ. നമ്മളിനി ഇവിടെ നിന്ന് പുറത്തേട്ട് പോണ വഴിക്ക് ഞാൻ എന്തെങ്കിലും ജെംസ് കയറി വരാമെന്നാണ് എൻ്റെ പേടി. ഇല്ല, വരാനുള്ള ചാൻസ് ഇല്ല. കാരണം പോലീസ് വന്നല്ലോ. ഇനി പോലീസ് വരുമ്പോൾ
വിശ്വസിക്കുമെന്നാണ് എൻ്റെ അടുത്തൊരു പേടി. കാരണം അവിടെ കൊന്നിട്ട് ഞാൻ നമ്മളാന്ന് പറയും, നമ്മുടെ തലയിലിട്ട് വരും. പറയാൻ പറ്റൂല, ഇവന്മാരുടെ കാര്യമില്ല, എങ്ങനെയാണ് എന്താണെന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഇത്ര നേരം നിങ്ങളാരും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും താങ്ക് യു ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക ഗൈസ്, സബ് ചെയ്തെങ്കിൽ സബ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഇനി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക ഗൈസ്. അടുത്ത വീഡിയോയിൽ ഞാൻ തിരുത്തില്ലാന്നാണ് ഗൈസ്. പിന്നെന്താണ് ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പിന്നെ ഗെയിംസ് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ബിലോ, ഞാൻ അതൊക്കെ ട്രൈ ചെയ്യാം. ഇതേപോലത്തെ ഹൊറർ ഗെയിംസോ അല്ലാത്ത എന്തെങ്കിലും സിമുലേറ്റർ ഗെയിംസോ എന്തെങ്കിലും ഗെയിംസ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യും. അപ്പോൾ അതേപോലത്തെ ഗെയിംസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ ബഡീസ്.